നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 65-കാരൻ കൊല്ലപ്പെട്ടു. വൈശ്ശേരി പല്ലേർക്കാട്ട് മോഹനനാണ് മരിച്ചത്. വീട്ടുപടിക്കലെത്തിയ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ വയോധികൻ മരിച്ചതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ നടത്തിയ വഴിതടയൽ സമരം അവസാനിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA വനമന്ത്രി ഷിബു ബേബി ജോണുമായി ഫോണിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വന്യജീവി ആക്രമണം തടയാൻ തന്റെ കയ്യിൽ ഒറ്റമൂലിയില്ലെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമാണിത്. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ സമയമെടുക്കുമെന്നും ഷിബു ബേബി ജോൺ. പാലപ്പള്ളി കുണ്ടായിൽ പുലിയിറങ്ങി മൂരിക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ കുണ്ടായി സ്വദേശി കൊല്ലേരി അഷ്റഫിന്റെ മൂരിക്കുട്ടിയാണ് ചത്തത്. മൂരിക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. ദേശീയപാത വാണിയമ്പാറയിൽ ടിപ്പറിന് പുറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച അപകടം. പിക്കപ്പ് വാൻ ഡ്രൈവർക്കും കൂടെ ഉണ്ടായിരുന്ന യുവാവിനും പരിക്കേറ്റു. തുടർച്ചയായ 3-ാം ദിവസമാണ് വാണിയമ്പാറയിൽ അപകടമുണ്ടാകുന്നത്. മുൻ MPയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KP ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. പഴയന്നൂരിലെ കയറുംപാറയിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നിന്ന് 17 ലക്ഷം രൂപയടങ്ങിയ ലോക്കറുമായി മുങ്ങിയ ജീവനക്കാരനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. കമ്പനിയിലെ ജീവനക്കാരനും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശിയുമായ സൂര്യയാണ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത്. വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിലെ ആൽമരം മുറിച്ചു. കേടുപാടുകൾ സംഭവിച്ച് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള ആൽമരം താന്ത്രിക വിധിപ്രകാരം മുറിച്ചു മാറ്റിയത്. തുടർച്ചയായ പെട്രോൾ ഡീസൽ വില വർധനവിൽ പ്രതിഷേധിച്ച് ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ തൃശൂർ സെൻട്രൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. CITU എരുമപ്പെട്ടി പഞ്ചായത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക ദിനം ആചരിച്ചു. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് KM അഷ്റഫ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്കാൻ ഇന്ത്യയുടെ 43-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. എടത്തുരുത്തി KC കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം കൊടുങ്ങല്ലൂർ DYSP P പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. മരത്തങ്കോട് സന്മനസ് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ CV മധു ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൊടകര വിദ്യാർത്ഥി കൂട്ടായ്മ അനുമോദിച്ചു. VS സുധീർ അധ്യക്ഷത വഹിച്ചു. ബാലവേദി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ചിത്രകലാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. CPI കുന്നംകുളം മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത് ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കൊരട്ടിക്കര മൈത്രി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി ശശികുമാർ ചാലിൽ മുള്ളത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. പാറേക്കാട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ചയാണ് ഊട്ടുതിരുനാൾ. വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും തൃശൂർ താലൂക്ക് ഫാർമേഴ്സ് ആൻഡ് ലേബേഴ്സ് ഡെവലപ്മെന്റ് സഹകരണ സംഘവും കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റും ചേർന്ന് തൃശൂരിൽ കർഷക ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് ഇൻചാർജ് ബിന്ദു രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KSUവിന്റെ 69-ാം പിറന്നാൾ മുണ്ടത്തിക്കോട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. KSU നേതാവ് ആഷ്ബിൻ ജോയ് ചെറുവത്തൂർ അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്തും അനന്ത IAS അക്കാദമിയും സംയുക്തമായി സൗജന്യ IAS കരിയർ ഗൈഡൻസ് സെമിനാർ സംഘടിപ്പിച്ചു. 5-ാം ക്ലാസ് മുതൽ ബിരുദതലം വരെയുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച സെമിനാർ കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് നേതാവ് സെലക്ട് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയിൽ സംഘടിപ്പിച്ച വായനക്കളരി ബാലവേദി ക്യാമ്പ് സമാപിച്ചു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നൌമി പ്രസാദ് അധ്യക്ഷയായി. എരുമപ്പെട്ടി പഞ്ചായത്ത് 19-ാം വാർഡ് മയൂഖം അങ്കനവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പുതിയതായി പ്രവേശനം നേടിയ 13 കുട്ടികൾക്കും സമ്മാനം നൽകി സ്വീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനി വിദ്യാസേവറിനെ മറ്റത്തൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉന്നതിയിലെത്തി അനുമോദിച്ചു. ശാസ്താംബുവം ആദിവാസി ഉന്നതിയിലെ ഊരുമൂപ്പൻ സേവ്യറിന്റെ മകളാണ് വിദ്യ.
അന്തിക്കാട് പഞ്ചായത്തിലെ പുത്തൻപീടിക ഉദയം അങ്കണവാടിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ധന വില വർധനയ്ക്കെതിരായ പ്രതിഷേധം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് AIYF. ജനം നട്ടം തിരിയുമ്പോൾ വിഷയത്തിൽ ഇടപെടാതെ തൃശൂരിന്റെ MP കൂടിയായ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി ഒളിവ് ജീവിതം നയിക്കുകയാണെന്ന് AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസാദ് പറയേരി. CITU രൂപീകരിച്ചതിന്റെ 56ാം വാർഷികാഘോഷ പരിപാടികൾ കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്തുകളിൽ നടന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ പതാക ഉയർത്തി. മറ്റത്തൂർ പഞ്ചായത്ത് കാവനാട് വാർഡിലെ അങ്കണവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. 33ാം നമ്പർ അന്നപൂർണ അങ്കണവാടിയിൽ നടന്ന പ്രവേശനോത്സവം വാർഡംഗം KR ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കൊടകര ടൗണിലെ മേൽപ്പാലം ജംഗ്ഷനിലുള്ള സർവീസ് റോഡരികിലെ വിളക്കുകാൽ കാടുമൂടുന്നു. മേൽപ്പാലം ജംഗ്ഷനിൽ നിന്ന് ഗാന്ധിനഗർ ഭാഗത്തേക്കുള്ള റോഡരികിൽ സ്ഥാപിച്ച തെരുവ് വിളക്കുകാലിലാണ് വള്ളിച്ചെടികൾ പടർന്നു കയറിയിട്ടുള്ളത്. കൊടകരയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. ജൂൺ 1 മുതൽ ട്രാഫിക് പരിഷ്കാരം നടപ്പിലാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി. ചിറ്റാട്ടുകരയിൽ സംഘടിപ്പിച്ച CITUവിന്റെ 56ാം സ്ഥാപക ദിനം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. TD സുനിൽ അധ്യക്ഷത വഹിച്ചു. 11 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയ കേസിൽ പ്രതിക്ക് 76 വർഷം കഠിന തടവും 7,60,000 രൂപ പിഴയും ശിക്ഷ. എടക്കുന്നി പനയമ്പാടം സ്വദേശി തായ്പറമ്പത്ത് വീട്ടിൽ പ്രേംലാലിനെയാണ് തൃശൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി രമ്യ മേനോൻ ശിക്ഷിച്ചത്. സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി CITU മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. CITU മണലൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രിയിൽ ഡോക്ടറില്ല. മറ്റത്തൂർ കോടശ്ശേരി വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ ജനങ്ങൾ വലയുന്നു. പെരിങ്ങാട് ദീപ്തി അംഗൻവാടിയിലെ മദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന ഉദ്ഘാടനം ചെയ്തു. 8ാം വാർഡംഗം KK ലിഷ അധ്യക്ഷത വഹിച്ചു. അടുത്ത 5 ദിവസത്തിനുള്ളിൽ കാലവർഷം കേരളത്തിലെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 വരെയുള്ള ഏത് ദിവസവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരള തീരം തൊടും. ദേശീയപാത കുറുമാലിയിൽ ബൈക്കിലിടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. ചിറ്റിശ്ശേരി സ്വദേശിയായ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം തുടങ്ങി. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഇടവക വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട് നിർവഹിച്ചു. പ്രധാന തിരുനാൾ ദിവസമായ ഞായറാഴ്ച ദിവ്യബലിയും പ്രദക്ഷിണവും സൗജന്യ ഊട്ടുനേർച്ചയും ഉണ്ടായിരിക്കും. വെങ്കിടങ്ങ് പഞ്ചായത്ത് വാർഡ് 15ലെ 8ാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിജി റോയ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സജന ഷിഹാബ് അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിയിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി. ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് അംഗം KR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവത്ര യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. തിരുവത്ര കുമാർ AUP സ്കൂളിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം അക്ഷയ അങ്കണവാടിയിലെ പ്രവേശനോത്സവം കുന്നംകുളം നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ നഗരസഭാ കൌൺസിലർ ജിഷ ബേബി സ്വീകരിച്ചു. കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല തിരികെ ഏൽപ്പിച്ച് ഓട്ടോ ഡ്രൈവർ മാതൃകയായി. എടത്തുരുത്തിയിൽ ഓട്ടോ ഓടിക്കുന്ന കൊരട്ടിൽ ശ്രീജിത്താണ് തന്റെ ഓട്ടോയിൽ കളഞ്ഞുകിട്ടിയ സ്വർണം കാട്ടൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. കയ്പമംഗലം സ്വദേശിനിയുടെ 10 ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് നഷ്ടപ്പെട്ടത്. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.